ബന്ധപ്പെടുവാനിടയായത്. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച ദൈവർക്ക് ഫലമേൽപ്പിച്ച വിശ്വാസ ജീവിതത്തിൽ നിലനിൽപ്പാൻ ദൈവത്തിനെയും സഹായിച്ചതോർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ഭൂമിയിലെ നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. സമയമാകുന്ന രഥത്തിലൂടെ നാം എല്ലാവരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്ര ചെയ്യുന്ന മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമേറിയ ഘടകമെന്ന് പറയുന്നത് യാത്രയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരിക്കുക എന്നുള്ളതാണ്. പ്രിയ മാതാവിന്റെ ജീവിതത്തിൽ, ഈ പ്രിയ ഭവനത്തിൽ നമ്മുടെ ജീവിതയാത്രയെക്കുറിച്ച് വലിയ ലക്ഷ്യമുള്ളവരായിരുന്നു. മരണാനന്തരം നമുക്ക് എല്ലാവർക്കും ഒരു ജീവിതമുണ്ട്. അത് എവിടെ ചിലവഴിക്കുമെന്ന് ഈ ഭൂമിയിൽ വെച്ചാണ് നാം തീരുമാനിക്കേണ്ടത്. നാം ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന ദൈവവചനത്തിൽ നിന്നൊരു സത്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. പിന്നീട് കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്നുള്ളതായ ഒരു തിയറിയല്ല മനുഷ്യ ജീവിതം. ഒരു പ്രകൃതിമായ ജീവിതമല്ല, മറിച്ച് മനുഷ്യന്റെ അകത്തൊരു ആത്മാവുണ്ട്. ഭൂലോകത്തെക്കാൾ വിലയുള്ള ആത്മാവിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനുണ്ട്, ഒരു നിത്യതയുണ്ട്. താൻ നല്ല പ്രിയപ്പെട്ടവർക്ക് നിത്യത ഒരുക്കിയിട്ടുണ്ട്, നല്ല ഭവനം ഒരുക്കിയിട്ടുണ്ട്. ആ ഭവനത്തിലേക്ക് പോകാനുള്ള പ്രത്യാശയാണ് നമ്മൾ വർദ്ധിച്ചു വരേണ്ടത്. ദൈവമായ കർത്താവ് ഈ വേർപാട് ദുഃഖത്തിലും ആ പ്രത്യാശ നൽകി നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ചേർന്നിടും തീരത്ത്